ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. എൻ്റെ ഒരു ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ഗെറ്റ് ടുഗദർ ആയിരുന്നു ഇന്ന്. ഇറ്റ് വാസ് നൈസ്. നമ്മൾ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണല്ലേ. ശരി, എൻ്റെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്നറിയോ? ഭൂമിയിലെ മാലാഖമാരെ കുറിച്ചാണ്. ആരാണ് ഭൂമിയിലെ മാലാഖമാരെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നേഴ്സുമാരാണ് അല്ലേ? ഡോക്ടേഴ്സ് ഉണ്ട് അതിനകത്തെങ്കിലും മാലാഖമാരെന്ന് പറയുമ്പോൾ വെളുത്ത തൊപ്പിയൊക്കെ വെച്ചിട്ട് പണ്ടത്തെ ആ നേഴ്സിൻ്റെ ആ ഓർമ്മയാണ് എനിക്ക് കേട്ടോ. നന്ദിനി സിസ്റ്റർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ സുഹാസിനി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ ആ മൂവി? പഴയ മൂവി കേട്ടോ, മനതിൽ ഉറുതി വേണ്ടും എന്നാണ് തമിഴ് സിനിമയുടെ പേര്. അതേ ടൈറ്റിലൊരു സോങ് ഒക്കെ ഉണ്ട്, മനതിൽ ഉറുതി വേണ്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. നല്ല ഒരു മൂവി, നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. ഇതെല്ലാം 80s-ലെയും 90s-ലെയും മൂവീസ് ആയതുകൊണ്ട് യങ്സ്റ്റേഴ്സിന് അറിയണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറയണം, ഇഫ് യു ക്യാൻ ജസ്റ്റ് ഗോ ടു ഗൂഗിൾ, അതിലുണ്ട് കേട്ടോ, പാട്ടുമുണ്ട്. നന്ദിനി സിസ്റ്റർ എന്നാണ് പേര് അതിനകത്ത്, നമ്മുടെ സുഹാസിനിയുടെ. ഞാനിതിപ്പോൾ പറയാൻ കാര്യം എന്താണെന്നറിയോ? ഞാൻ കുറേ നേഴ്സുമാരുടെ ലൈഫ്, എൻ്റെ കൂടെ പഠിച്ച എൻ്റെ നല്ല ഫ്രണ്ടാണ് ലിൻസി ഒരു നേഴ്സാണ്. അപ്പം ലിൻസി ഇപ്പോൾ UK-ലാണുള്ളത്, അയർലൻഡിലല്ലേ, അയർലൻഡ് സ്കോട്ട്ലൻഡ്, ഞാൻ എപ്പോഴും തെറ്റിച്ച് പറയും. അപ്പോൾ ലിൻസി പറയേണ്ടി ഞാൻ ഇവിടെ ഉള്ളേ എന്നിങ്ങനെ പറയും. ഓക്കെ, ഇനി ലിൻസി കേൾക്കുന്നുണ്ടായിരിക്കും ആലോചിക്കുന്നു, ഞാൻ ഓർക്കുന്നു. ബട്ട് സ്റ്റിൽ അതുണ്ടല്ലോ, ഒരു നല്ല ഒരു ഫീലാണ് അവരുടെ ആ സ്നേഹം അല്ലേ. എൻ്റെ അച്ഛൻ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആകേണ്ട ഒരു സന്ദർഭം ഉണ്ടായി. ലൈക്ക് അച്ഛൻ വന്നിട്ട് പെട്ടെന്ന് അച്ഛനൊരു ഹാർട്ട് കൺജഷൻ, ഇവിടെ ഒരു കൺജഷൻ പോലെ തോന്നിയിട്ട് പെട്ടെന്ന് നമ്മൾ കൊണ്ടുപോകേണ്ടി വന്നു ഒരു 3 to 4 years ബാക്ക്. 3 to 4 years ബാക്ക്. അപ്പോൾ അച്ഛൻ ICU-ൽ കിടക്കേണ്ടി വന്നപ്പോൾ അച്ഛൻ നേരെ അച്ഛൻ ഈസ് ഓക്കെ കേട്ടോ. അപ്പോൾ അന്നത്തെ അവിടുത്തെ പരിചരണം കാരണം. പക്ഷെ അച്ഛൻ പറയായിരുന്നു, മോളെ ഈ നേഴ്സുമാരെ സമ്മതിക്കണം കേട്ടോ. അച്ഛൻ അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടേ ഇല്ല. അച്ഛൻ്റെ 85 years-ൽ 1, 2, 3 പ്രാവശ്യത്തിൽ കൂടുതലായിട്ടില്ല എൻ്റെ ഓർമ്മയിൽ. ഇതായിരുന്നു ലാസ്റ്റ് അച്ഛൻ കുറച്ച് സീരിയസ് പോലെ ആയിട്ടുള്ള ഒരു എയിൽമെന്റ് ഉണ്ടായിരുന്നത്. ബിക്കോസ് ഹാർട്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടിയാണല്ലോ. പക്ഷെ ചെറിയ മറ്റേ ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് അത് ശരിയായിട്ടോ. ആദ്യം ആൻജിയോഗ്രാം എടുത്ത് നോക്കിയപ്പോൾ ബ്ലോക്ക് ഉണ്ട് കണ്ടിട്ട് വി ജസ്റ്റ് ഡിഡ് ദ ആൻജിയോപ്ലാസ്റ്റി. ഡോക്ടർ ജയദീപ് മേനോനാണ് അച്ഛന് വേണ്ടിയിട്ട് ചെയ്തത്. ഇത് ഇതൊരു ഇവിടെ പറവൂരുള്ള മെഡിക്കൽ കോളേജിൽ, മെഡിക്കൽ മിഷൻ, SN മെഡിക്കൽ മിഷനിൽ. ഇറ്റ് വാസ് റിയലി, അച്ഛൻ വളരെ സമാധാനമായിട്ടാണ് കേട്ടോ പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്നപ്പോഴേക്കേ. അച്ഛനപ്പോൾ പറയായിരുന്നു, ദൈവമേ എന്ത് പെട്ടെന്നാണ് ഒരു റിലീഫ് വന്നത് അല്ലേ, ഈ മെഡിക്കൽ അഡ്വാൻസ്മെൻ്റ് ഒക്കെ കാരണം. അപ്പോൾ അവിടെ ICU-ൽ കിടക്കുമ്പോൾ അവിടുത്തെ നേഴ്സുമാരൊക്കെ ആയിട്ട് അച്ഛൻ ഭയങ്കര ഫ്രണ്ട്ലി ആയി. അച്ഛൻ ഈസ് വെരി ടോക്കറ്റീവ് ആൻഡ് ഫ്രണ്ട്ലി പേഴ്സൺ. അപ്പോൾ അവിടെയുള്ള അവരുടെ അടുത്ത് അച്ഛൻ പറഞ്ഞു, എനിക്ക് നടക്കാമല്ലോ ഈ പ്രൊസീജിയർ കഴിയുന്നതിന് മുമ്പൊക്കെ അച്ഛൻ പറഞ്ഞു. കഴിഞ്ഞപ്പോഴും വലിയ പ്രശ്നമൊന്നുമില്ല. അച്ഛൻ പറഞ്ഞു, ഞാൻ നടന്നു പോകാമല്ലോ ടോയ്ലറ്റിൽ. നോ വേണ്ട അവിടെ തന്നെ കിടന്നോളൂ, ഞങ്ങളെല്ലാം ചെയ്തു തരുന്നു. അവരതെല്ലാം കൊണ്ടുപോയി കളയുന്നതും. അച്ഛന് ഭയങ്കര യൂറിനും സ്റ്റൂളൊക്കെ പാസ് ചെയ്യുമ്പോഴേ അച്ഛൻ പറയുന്നു, അവരെ സമ്മതിക്കണം കേട്ടോ, അവരിത് എങ്ങനെ ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം അച്ഛൻ എപ്പോഴും സല്യൂട്ട് കൊടുക്കുമായിരുന്നു. ഇതാണ് എനിക്ക് നഴ്സുമാരെ പറ്റിയിട്ടുള്ള ആമുഖം. ഞാൻ പറഞ്ഞു വരുന്നതേ, ഇവര് ഒരു 20s-ലൊക്കെ ഇവരുടെ കോഴ്സ് കഴിയുകയാണെങ്കിൽ പല ഹോസ്പിറ്റൽസിൽ പോയി നിന്ന് രാവും പകലും ഇല്ലാതെ അവരുടെ ഹെൽത്ത് നോക്കാതെ ജോലി ചെയ്യുന്ന കൂട്ടരാണേ. നൈറ്റ്, എപ്പോഴും നൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഒരാഴ്ച നൈറ്റ്, പിന്നെ ഒരാഴ്ച പകല്, ഇങ്ങനെയാകുമ്പോൾ അവരുടെ ആ ഹെൽത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു അസന്തുലിതാവസ്ഥ ഉണ്ടാക്കാവുന്ന ഒരു പ്രൊഫഷനും കൂടിയാണല്ലേ നമ്മുടെ ഹെൽത്തിന്. നമ്മളൊക്കെ രാത്രിയിലൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഡ്യൂട്ടിക്ക് കയറണം. ഇവരുടെ ചോര നീരാക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇതാണ് കറക്റ്റായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് അയക്കുന്ന പണം, ഇപ്പം അധികവും യൂറോപ്പിലേക്കാണ് ആൾക്കാർ പോകുന്നത്, അല്ലെങ്കിൽ US-ലേക്ക് പോകുന്ന നഴ്സസ് ഉണ്ട്. അവരയക്കുന്ന ആ പണമുണ്ടല്ലോ, വീട്ടിലിരിക്കുന്നവർ അല്ലെങ്കിൽ ആ അച്ഛനമ്മ, പെൺകുട്ടികളെ ഇപ്പം കുറേ മെയിൽ നഴ്സസ് പോകുന്നുണ്ട്. പണ്ട് പക്ഷെ എപ്പോഴും പെൺകുട്ടികൾ തന്നെയല്ലേ പോയിക്കൊണ്ടിരുന്നത്. ആലോചിച്ച് നോക്കൂ,
എങ്ങനെയാണ് ആ പണം ചില വീടുകളിൽ ദുരുപയോഗം ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? നെഞ്ചു പൊട്ടിപ്പോകും. ആ ഈ ഒരു പെൺകുട്ടിയും ബാക്കിയുള്ള ആൺകുട്ടികളൊക്കെ ഉള്ള സ്ഥലത്തുണ്ടല്ലോ, ഈ ആൺകുട്ടികൾക്ക് വെൽത്ത് ഉണ്ടാക്കാനായിട്ട് ഈ അച്ഛനമ്മമാര് ആ പണം ഉപയോഗിച്ചിരിക്കുന്നു. എന്നിട്ട് ഈ പെൺകുട്ടിയെ നാമമാത്രമായിട്ടുള്ള എന്തെങ്കിലും സ്വർണ്ണമൊക്കെ കൊടുത്ത്, അധികവും ക്രിസ്ത്യൻ ഫാമിലി, നിങ്ങളാരും ഒഫൻഡഡ് ആവരുത്, അതിലാണ് കണ്ടിരിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് സ്ത്രീധനം കൊടുത്തങ്ങ് പറഞ്ഞു വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ ഒരു സാധനം അവർക്ക് കൊടുക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ നോക്കുമ്പോൾ അവർ ഡോളറിലാണ് സമ്പാദിക്കുന്നത് അല്ലെങ്കിൽ പൗണ്ട്സിലാണ് സമ്പാദിക്കുന്നത്, ഞങ്ങൾ എന്തിനു കൊടുക്കണം എന്നാണ് ഈ അച്ഛനും അമ്മയുടെയും മനസ്സിന്റെ അടിത്തട്ടിൽ കിടക്കുന്നത്. അവർക്ക് എങ്ങനെ മനസ്സ് വരുന്നു? ഒരു പെൺകുട്ടിയെ രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ടായിരിക്കും അവൾ ആ പണമൊക്കെ വീട്ടിലേക്ക് അയച്ച് വീട് നന്നാക്കി എടുക്കുന്നു, സഹോദരങ്ങളെ ജോലി പ്രാപ്തരാക്കുന്നു, വല്ല ബിടെക്കിനോ അല്ലെങ്കിൽ അതേപോലെ ഇതേപോലെ വല്ല മെഡിസിനോ ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ രാവ് പകലാക്കി ജോലി ചെയ്തിട്ട്, ഒരാളുടെ മാത്രമല്ല കേട്ടോ, ഞാൻ ഒരു 2-3 പേരുടെ കഥകൾ കണ്ടു. ഞാൻ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിള്ളേരാട്ടോ, ഒരു 35-40 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴേക്കും ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു സമ്പാദ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഇവര് വീട്ടിലേക്ക് അയച്ചു, വീടൊക്കെ നല്ല പുഷ്ടിപ്പെട്ടു. പക്ഷേ ലാസ്റ്റ് വരുമ്പോൾ ഈ ഡിവിഷൻ ഓഫ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്യുമ്പം ഇവരെ തഴയും. അത് പല സ്ഥലങ്ങളിലും കണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം എന്ന് തന്നെ പറയാട്ടോ. എന്തുകൊണ്ടാണ് നമ്മൾ അച്ഛനമ്മമാര് പെൺകുട്ടികളുടെ ഈ എന്താ പറയാ ഇൻപുട്സിനെ വകവയ്ക്കാത്തത്? ഒരുപാട് വീടുകളിൽ അങ്ങനെയുണ്ട്, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അതായത് പെൺകുട്ടികളെ ഇൻഹെറിറ്റൻസ് കൊടുക്കാതെ. ഞങ്ങളുടെ അരവിന്ദന്റെ വീട്ടിൽ മാത്രമാണ് ഞാൻ കണ്ടേക്കുന്ന ഒരുപാട് കൊടുത്തിരിക്കുന്നത് ഓവറായിട്ട്. അതായത് അവിടെ ആൺകുട്ടികൾക്ക് ഒന്നും കൊടുക്കാതെ, ഒന്നും തന്നെ കൊടുത്തിട്ടില്ല, മകൾക്കാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അത് ആ കുട്ടിയുടെ ഭാഗ്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു അച്ഛനും അമ്മയും കിട്ടിയത് എൻ്റെ നാത്തൂൻ്റെ ഭാഗ്യം എന്ന് ഞാൻ എപ്പോഴും പറയും. കാര്യം ശരിയാണ്, എനിക്കൊരു ചെറിയ ദേഷ്യമുണ്ട് അതിനകത്ത്. കാരണം അത് തെറ്റല്ലേ, അവിടെയും അതും തെറ്റാണ്. ഈ പറഞ്ഞ പോലെ ഈ ഇവിടെയും തെറ്റല്ലേ കാണിക്കുന്നത്. ഇത്രയും അതും നേഴ്സസ് എന്നൊക്കെ പറയുമ്പോഴല്ലേ എനിക്ക് ഭയങ്കര സ്നേഹമാണ് എനിക്ക് അവരോട്. എനിക്ക് ലിൻസിനെ ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ അതുകൊണ്ടുണ്ടാവും കേട്ടോ, എനിക്ക് നേഴ്സ് എന്ന് പറയുന്ന പ്രൊഫഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരുടെ ആ ഒരു സേവന മനോഭാവം അല്ലേ, അതൊക്കെ. ഈ കേരളത്തിൽ നിന്ന് ഇവർ പുറത്തു പോകാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ തുച്ഛമായിട്ടുള്ള വേതനമാണ് കേരളത്തിൽ എന്നാണ് പറയുന്നത്. അവർക്ക് എത്ര കിട്ടുന്നതെന്നൊന്നും അറിയില്ല. ഇതിൽ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് കാണുമ്പോൾ തോന്നുന്നുണ്ട്, ഇത്രയേ ഉള്ളൂ അവർക്ക് കിട്ടുന്നത്. അതുള്ളതാണോ എന്നൊന്നും അറിയില്ലല്ലോ, അതാണോ ശരിക്കുള്ള സത്യാവസ്ഥ എന്നറിയില്ല. ബട്ട് സ്റ്റിൽ വീട്ടിലെ ആളുകൾക്ക് ഇവര് പുറത്ത്, അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ പുറത്ത് പോയാൽ എന്തായാലും നല്ല ശമ്പളമുള്ള നല്ല ജോലിയാണല്ലോ നേഴ്സസിന്റെ. അതുകൊണ്ട് ഇവര് നാടും വീടും വിട്ടിട്ട് പോവാണ്, പുറത്തു പോയി സമ്പാദിച്ച് വീടിനെ നന്നാക്കി കൊണ്ടുവരും, അല്ലെങ്കിൽ സഹോദരങ്ങളെ നന്നാക്കി കൊണ്ടുവരും. ഈ സഹോദരന്മാർക്ക് കുറച്ച് ആലോചിച്ചുകൂടെ? അയ്യോ, എൻ്റെ സിസ്റ്റർ ഇത്രയും വയസ്സിൽ ഇവിടുന്ന് പോയതാ, 20-22 വയസ്സ് മുതൽ 42 വയസ്സ് വരെയൊക്കെ, 30-32 വയസ്സാവും കല്യാണം കഴിക്കാൻ. അത്രയും വർഷം അവർ സമ്പാദിക്കുന്നത് മുഴുവനും, ഒരു എക്സാമ്പിളായിട്ട് ഒരു 2-2.5 ലക്ഷം രൂപ തന്നെ വെക്കൂ ഇവരുടെ ശമ്പളം അവിടെ UK-ലും US-ലൊക്കെ കിട്ടുന്നതെന്നൊക്കെ സേവ്. അതിന് വളരെ കുറച്ച് മാത്രം അവർക്ക് വേണ്ടിയിട്ട് ചെലവാക്കിയിട്ട് മറ്റത് മുഴുവനും നാട്ടിലേക്ക് അയക്കുകയാണ്. അപ്പൊ ഈ വാങ്ങുന്ന പ്രോപ്പർട്ടിയൊക്കെ ഈ അപ്പന്മാരൊക്കെ ഈ പെൺകുട്ടിയുടെ പേരിൽ വാങ്ങിക്കാതെ, അപ്പന്റെ പേര് പോലും വാങ്ങിക്കാതെ ആൺമക്കളുടെ പേരിൽ വാങ്ങിച്ചിടുന്നു. ഇതെല്ലാം എന്താണ് ഇങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നത്? എങ്ങനെ സാധിക്കുന്നു? എന്നെ ആരെങ്കിലും നഴ്സുമാരുടെ അമ്മമാരോ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിക്കൂ കേട്ടോ. നിങ്ങളുടെ കുഞ്ഞല്ലേ അത്, നിങ്ങളുടെ ആൺമക്കൾക്ക് പുഷ്ടിപ്പെടാൻ വേണ്ടിയിട്ടാണോ ഈ പെൺകുട്ടികളെ അവിടെ അയച്ചിട്ട് അവര് ലാസ്റ്റ് അവർക്കൊരു ജീവിതം ഉണ്ടായി വരുമ്പോഴേക്കും, അവരൊരു കുട്ടിയൊക്കെ ആയി വരുമ്പോഴേക്കും 10-35 വയസ്സാവും. ആദ്യത്തെ കുട്ടി, രണ്ടാമത്തെ കുട്ടി അടുപ്പിച്ചൊക്കെ ഉണ്ടായി അവരുടെ ഹെൽത്ത് അങ്ങനെ പോകും. ഒരു 40-45 വയസ്സാവുമ്പോഴേക്കും ഇവർക്ക് ബാക്ക് പ്രോബ്ലം, നെക്ക് പ്രോബ്ലം, കാരണം അങ്ങനത്തെ ജോലിയല്ലേ ചെയ്യുന്നത്.
അതുകൊണ്ട് എന്നെ ആരെങ്കിലും കേൾക്കുന്നവരുടെ മക്കൾ ഈ നഴ്സിംഗ് പ്രൊഫഷനിലുണ്ടെങ്കിൽ അവരയക്കുന്ന 10 രൂപയിൽ ഒരു 2 രൂപയെങ്കിലും അവർക്ക് വേണ്ടി സേവ് ചെയ്യണം, ദൈവത്തെ ഓർത്ത്. ആ കുട്ടികൾക്ക് അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിട്ട് മോനെ ഇതാ അപ്പൻ എടുത്തു വെച്ചതാ, മോൾക്ക് വേണ്ടിയിട്ട്, മോളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചതാ, നീ ഇത്രയൊക്കെ ഇവിടെ ചെയ്തതല്ലേ. ഇങ്ങനെ ആയിരിക്കണം മനോഭാവം. അല്ലാതെ ഈ ആൺമക്കളാണ് എൻ്റെ തിരിശേഷിപ്പ് എന്ന് പറഞ്ഞ് നടക്കുന്ന അപ്പന്മാരെയാണ് ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത്. അച്ഛനായാലും അപ്പനായാലും ഉപ്പയായാലും എല്ലാവർക്കും ആൺമക്കളാണ് തിരിശേഷിപ്പ്. ഇതെന്താ ഇത്? എന്താണ് ഇങ്ങനെ ഒരു മനോഭാവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഈ സ്ത്രീകളില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ പ്രൊജനി ഉണ്ടാവുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഒരു എന്താ പറയാ, ഒരു മകളുണ്ടെങ്കിൽ ആ കുട്ടിയല്ലേ എപ്പോഴും നിങ്ങളുടെ അടുത്ത് ഓടി വന്നിട്ട് അമ്മേ അല്ലെങ്കിൽ അച്ഛ എന്ന് വിളിച്ചിട്ട് കൂടുതൽ സ്നേഹം കാണിക്കുക? ആൺകുട്ടികളുണ്ട്, ഇല്ലാന്നല്ല ഞാൻ പറയണം. ഈ പെൺകുട്ടികളോട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിറ്റമ്മ നയം? ഇന്നലെ ഞാനിങ്ങനെ ഒരുപാട് വിഷമിച്ചു പോയി. എൻ്റെ അടുത്ത് ഒരാൾ പേഴ്സണലായിട്ട് പറയുമായിരുന്നു, ഇതേ പ്രൊഫഷനിൽ, നഴ്സിംഗ് പ്രൊഫഷനിലുള്ള ഒരു കുട്ടി. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരും. ഞാൻ ആ കുട്ടീനെ കണ്ടിട്ടില്ല. ആ കുട്ടി പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രവിച്ചിട്ട് എനിക്ക് മനസ്സിലായി ഇത് ജെന്യുവിൻ ആണെന്നുള്ളത്. കാരണം നമുക്കറിയാം ഒരു നേഴ്സിന്റെ കഷ്ടപ്പാട് എന്താണ്, ഒരു നേഴ്സ് എങ്ങനെയൊക്കെയാണ് ജോലി ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ആ ഒരു മെന്റാലിറ്റി എന്തുകൊണ്ട് ഈ അച്ഛനമ്മമാരിലേക്ക് വരുന്നില്ല? എൻ്റെ മകൾ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ ഡോളർ ഉണ്ടാക്കി അയക്കുന്നതെന്ന് എന്തുകൊണ്ട് അവർ ഓർക്കുന്നില്ല? നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, നിങ്ങൾ ഉണ്ടാക്കിയത് ശേഷിപ്പ് ബാക്കിയില്ല എന്നാണെങ്കിൽ തന്നെയും അവരയക്കുന്നത് മുഴുവനും ആൺമക്കൾക്ക് വേണ്ടിയിട്ട് സ്വത്തുണ്ടാക്കാൻ ഉപയോഗിക്കരുത്. ദൈവമേ, എന്നോട് ആർക്കും ദേഷ്യം തോന്നരുത്. ഞാൻ പറയുന്നത് ഇത് പച്ചയായിട്ടുള്ള സത്യമാണ്. പലർക്കും മുമ്പിൽ വന്ന് നിന്ന് പറയാൻ പേടിയാണിത്, അല്ലെങ്കിൽ മടിയാണ്. എന്നെ എങ്ങനെ വിചാരിക്കുമെന്നായിരിക്കും ആ കുട്ടികൾ വിചാരിക്കണതേ. അവരെ സേവനം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടവരല്ലേ. അപ്പൊ അവർക്ക് ആ ഒരു ഇതിൽ നിന്നും പുറത്തേക്ക് വരാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എന്നെ കുറച്ച് പേരെ കേൾക്കുന്നുണ്ടാവുള്ളൂ. പക്ഷെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ ആർക്കെങ്കിലും ഒക്കെ. കാരണം നിങ്ങൾ അറിയുന്നവർക്ക്, നിങ്ങളുടെ സർക്കിളിലുള്ളവർ ആരെങ്കിലും ഒക്കെ നേഴ്സസ് ഉണ്ടെങ്കിൽ, ഇതുപോലെ അവർക്ക് ഒരു വിഷമം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ആ പർട്ടിക്കുലർ ഫാമിലിയിൽ പോയിട്ട് ആരെങ്കിലും ഒന്ന് ധൈര്യത്തോടു കൂടി സംസാരിക്കൂ. അല്ലെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് അവർക്കൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കൂ. അവർക്ക് ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടാവില്ല, ശ്രദ്ധിക്കുന്നുണ്ടാവില്ലായിരിക്കാം. പ്ലീസ്. എനിക്കെന്തോ ഇപ്പോൾ ഞാൻ ഒരു വല്ലാത്തൊരു മൂഡിൽ സംസാരിച്ച പോലെ തോന്നി എനിക്ക്. പക്ഷെ എന്നെ കേൾക്കുന്നവർ ഇത് ശരിക്കും ഒന്നിരുന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ. ഞാൻ ഈ നേഴ്സസ് എന്ന് പറയാം, പല പ്രൊഫഷൻസിലൊക്കെ ഇത് സംഭവിക്കുന്നുണ്ട്. ഞാൻ ഈ നേഴ്സസ് എന്ന് പറയാൻ കാര്യം അവരുടെ ആ ജീവിതത്തിൻ്റെ ആ ഒരു തീക്ഷ്ണതയുണ്ടല്ലോ, ആ ജീവിതം എങ്ങനെയാണ് ആ കെട്ടിപ്പടുക്കി എടുത്തു കൊണ്ടുവരുന്നത് എന്ന് ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടും അറിയുന്നത് കൊണ്ടുമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അല്ലാതെ ചേച്ചി ആരാ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ഘോരഘോരം പ്രസംഗിക്കാനല്ലേ ചേച്ചിക്ക് അറിയുള്ളൂ. ഞാൻ എന്താ പിന്നെ വേറെ, എനിക്ക് ഇത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എവിടെ പോയിരുന്നാലും ഒരു ബാലൻസ് ഓഫ് കൺവീനിയൻസ് അനുസരിച്ചിട്ട്. ബാലൻസ് ഓഫ് കൺവീനിയൻസ് എന്ന് പറഞ്ഞാലേ ലീഗൽ ടേമാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ പക്ഷത്താണ് ന്യായം എന്നുള്ളത് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ന്യായത്തിന്റെ തട്ട് എവിടേക്കാണ് ചായുന്നതെന്ന്, അതാണ് ബാലൻസ് ഓഫ് കൺവീനിയൻസ് കേട്ടോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഈ നഴ്സസിന്റെ അടുത്തേക്കാണ് ഈ ബാലൻസ് ഓഫ് കൺവീനിയൻസ് ചാഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഐ ഡെഡിക്കേറ്റ് ഇറ്റ് ടു ഓൾ നഴ്സസ് അറൗണ്ട്. ഡോക്ടേഴ്സും അവരൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ നഴ്സസ് ചെയ്യുന്നത് അതിലും വളരെ പരിപാവനമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് കേട്ടോ. അപ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരിമാർക്ക് വേണ്ടിയിട്ട്, എൻ്റെ നഴ്സിംഗ് സഹോദരിമാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇതിലേ ഇങ്ങനെ കടന്നു പോകുന്ന എൻ്റെ പ്രേക്ഷകർ, എനിക്ക് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി വിടണം കേട്ടോ. അപ്പോൾ നാളെ ഞാൻ വേറെ ഒരു ടോപ്പിക്കും എടുത്തിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.